ഹായ് എവ്രിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ആണ്, അഥവാ ഭൂമിയുടെ ഘടന. UPSC പരീക്ഷകളിലെയും കേരള PSC പരീക്ഷകളിലെയും ജോഗ്രഫി സിലബസിൽ കാണുന്ന ഒരു പ്രധാന ഭാഗമാണ് എർത്ത് സ്ട്രക്ചർ. ഭൂമിയുടെ സ്ട്രക്ചറിനെ നമ്മൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ദി ക്രസ്റ്റ്, ദി മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇതിനെ റഫ് ആയിട്ട് മൂന്നായിട്ട് നമ്മൾ പറയാറുണ്ട്: ക്രസ്റ്റ്, മാന്റിൽ, കോർ. പക്ഷെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ 4 ഡിവിഷൻ ആണ് പറയുക. 4 ഡിവിഷൻ: ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഈ ഓരോ ലെയറും അല്ലെങ്കിൽ ഈ ഓരോ പാർട്സും അതിൻ്റെതായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷന്, ഫിസിക്കൽ സ്റ്റേറ്റും ആണുള്ളത്. ഈ ഓരോ ലെയേഴ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ ആയാലും ശരി, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആയാലും ശരി, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എർത്തിന്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. ഇപ്പോൾ എർത്തിനെ ഒരു ആപ്പിൾ പോലെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, ആപ്പിളിന്റെ ആ ഒരു ഔട്ടർ കവർ, ആ ഒരു റെഡ് കളറിൽ കാണപ്പെടുന്ന ആപ്പിളിന്റെ തൊലി, അതാണ് ക്രസ്റ്റ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1% ഓഫ് എർത്ത്സ് ടോട്ടൽ വോളിയം. എർത്തിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 1%-നേക്കാളും കുറവാണ് ക്രസ്റ്റ് വരുന്നത്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ടാണ്. ഇനി ക്രസ്റ്റിന്റെ ഒരു തിക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോണ്ടിനെന്റലിലും ഓഷ്യാനിക് ഫ്ലോറിലും ഇതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, അതായത് കരഭാഗങ്ങളിൽ, കോണ്ടിനെന്റ്സിലാണെങ്കിൽ ക്രസ്റ്റിന്റെ തിക്നെസ് 30 കിലോമീറ്റർ ആവും. ചിലപ്പോൾ മൗണ്ടൻസിലൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് 5 കിലോമീറ്ററോളം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും വളരെ തിന്നറാണ്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് വളരെ തിക്കാണ്. ഇനി എന്താണ് ഈ റോക്ക് ക്രസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിത്ത് റോക്സ്, മേഡപ്പ് ഓഫ് റോക്സ് വിത്ത് ഹൈ ഡെൻസിറ്റി ഉള്ള റോക്സ് കൊണ്ടാണ് ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അപ്പർ പാർട്ടിലാണെങ്കിൽ ഗ്രാനൈറ്റ് റോക്സ് ആണുള്ളത്. ഈ ഗ്രാനൈറ്റ് റോക്സിൽ കാണുന്ന മിനറൽസ് സിലിക്കയും അലുമിനിയവുമാണ്. അതുകൊണ്ട് ഇതിനെ സിയാൽ എന്ന് പറയുന്നു. ഇനി ഓഷ്യാനിക് ക്രസ്റ്റില് ബസാൾട്ട് ശിലയാണുള്ളത്. ഇവിടെ കാണുന്ന മിനറൽസ് സിലിക്കയും മഗ്നീഷ്യവും ആയതുകൊണ്ട് സിമ എന്നാണ് പറയുന്നത്. ഇനി സിയാലിന്റെ ഡെൻസിറ്റി കുറവാണ്, അല്ലെങ്കിൽ സിയാൽ ഈസ് ലൈറ്റർ ദാൻ സിമ. ക്രസ്റ്റിന്റെ മീൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ആണ്. ഇനി രണ്ടാമത്തെ ലെയറായ മാന്റിലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മാന്റിൽ സ്ഥിതി ചെയ്യുന്നത് ക്രസ്റ്റിന്റെ ഒരു ബേസ് പാർട്ട്. ഈ ഒരു പാർട്ടിനെ പറയുന്ന പേര് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മൊഹ്റോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. ഈ ഡിസ്കണ്ടിന്യൂറ്റിയുടെയും കോറിന്റെയും ഇടയ്ക്കായിട്ടാണ് മാന്റിലിന്റെ സ്ഥാനം. ഈ മാന്റിൽ, അതായത് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി മുതലാണ് മാന്റിൽ തുടങ്ങുന്നത്. അത് മുതൽ 2900 കിലോമീറ്റർ ഡെപ്തിലാണ് മാന്റിൽ സ്ഥിതി ചെയ്യുന്നത്. അത് മുതൽ 2900 കിലോമീറ്റർ വരെയുണ്ട് മാന്റിൽ. ഈ മാന്റിലിന്റെ അപ്പർ പോർഷനെ പറയുന്ന പേര് എസ്തനോസ്ഫിയർ എന്നാണ്. എസ്തനോസ്ഫിയർ, ഇത് അപ്പർ പോർഷൻ ആണ്. ഈ 2900 കിലോമീറ്ററിൽ ഒരു 400 കിലോമീറ്റർ വരെ മാത്രം നീണ്ടു കിടക്കുന്ന ഒരു വീക്ക് ലെയർ ആണ്. ഈ എസ്തനോസ്ഫിയറിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവുമ്പോൾ പുറത്തേക്ക് വരുന്ന മാഗ്മയുടെ സോഴ്സ് ആണ് എസ്തനോസ്ഫിയർ. ഇനി ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് മാന്റിൽ ആർ കോൾഡ് ലിത്തോസ്ഫിയർ. ഇപ്പോൾ ഈ പറഞ്ഞ അപ്പർ മോസ്റ്റ് പാർട്ട്, മാന്റിലിന്റെ അപ്പർ മോസ്റ്റ് പാർട്ടിനെയും ക്രസ്റ്റിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം. ഈ ലിത്തോസ്ഫിയറിന്റെ തിക്നെസ് 10 to 200 കിലോമീറ്റർ ആണ്. മൂന്നാമത് വരുന്നത് കോറാണ്. ഇത് ഒരു 2900 കിലോമീറ്ററിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ടെന്ന് പറഞ്ഞു. ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലും ആണുള്ളത്. ഔട്ടർ കോറിലെ ടെമ്പറേച്ചർ 4400 ഡിഗ്രി മുതൽ 6000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ. ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോറിൽ കാണപ്പെടുന്നത് ഒരു 80% അയണും ബാക്കി നിക്കലുമാണ് കാണുന്നത്. ഹൈ ഡെൻസിറ്റി പാർട്ടാണ്.
made up of very heavy material mostly constituted by nickel and iron. ഈ ഇന്നർ കോറിനകത്ത് കാണുന്ന രണ്ട് മെറ്റൽസ് എന്ന് പറയുന്നത് അയണും നിക്കലുമാണ്. അതുകൊണ്ട് തന്നെ നിഫി ലെയർ എന്ന് പറയുന്നു. നിക്കലിന്റെ Ni, പിന്നെ അയണിന്റെ സിമ്പിൾ ആണ് Fe. അങ്ങനെ നിഫി ലെയർ എന്ന് പറയുന്നത് ഇന്നർ കോറിനെയാണ്, സോളിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഇന്നർ കോർ. ഇവിടെ 80% അയണും ബാക്കി കുറച്ച് നിക്കലുമാണ്. അപ്പൊ ഈ രണ്ട് മെറ്റൽസുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇത് എർത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. ഈ ഒരു ഭാഗം, ഈ വളരെ കുറച്ച് ഭാഗമാണ് ക്രസ്റ്റ് വരുന്നത്. അതിൽ തന്നെ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യനും ഓഷ്യാനിക് ക്രസ്റ്റും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷന് താഴെയായിട്ട് കാണുന്ന കുറച്ച് ഭാഗമേ ഉള്ളൂ ഓഷ്യാനിക് ക്രസ്റ്റ്. ഈ ഒരു ഔട്ടർ ലെയർ മാത്രമാണ് ഈ ക്രസ്റ്റ്. അതൊരു 0.70 കിലോമീറ്റർ വരെ ഉള്ളൂ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കാണുന്ന അടുത്ത ലെയറാണ് എസ്തനോസ്ഫിയർ, 100 കിലോമീറ്റർ വരെ. ഈ എസ്തനോസ്ഫിയർ മുതൽ ഔട്ടർ കോറിന് ഇടയ്ക്ക് കാണുന്ന ഈ ഒരു യെല്ലോയിഷ് കളറിൽ കാണുന്ന ഭാഗമാണ് മാൻഡിൽ. 70 മുതൽ 2875 കിലോമീറ്റർ വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ റെഡ് കളറിൽ കാണുന്ന ഔട്ടർ കോറാണ്. പിന്നെ ഉള്ളില് യെല്ലോയിഷ് കളറിൽ കാണുന്നത് ഇന്നർ കോറുമാണ്. ഇതും എർത്തിന്റെ ഇന്നർ ഭാഗത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്. എർത്ത് സ്ട്രക്ചറിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും ഔട്ടർ കോർ ലിക്വിഡ് ആണ്, ഇന്നർ കോർ സോളിഡ് ആണ്. ലിത്തോസ്ഫിയർ, മാൻഡിൽ, ക്രസ്റ്റ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ചില ഇമ്പോർട്ടന്റ് ബൗണ്ടറീസിനെ കുറിച്ചാണ്. ഈ ഓരോ ലെയറിനിടയ്ക്കും ഓരോരോ ബൗണ്ടറീസ് ഉണ്ട്. അതായത് അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയ്ക്ക് കാണുന്ന ബൗണ്ടറിയാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രസ്റ്റിനും മാൻഡിലിനും ഇടയ്ക്ക് കാണുന്ന ഡിസ്കണ്ടിന്യൂറ്റി, ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ബൗണ്ടറിയെ പറയുന്ന പേര് മൊഹോറോവിക് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയാറുണ്ട്. ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ മാൻഡിൽ അതാണ് റെപ്റ്റി ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയ്ക്ക് കാണുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയ്ക്ക് കാണുന്ന ഡിസ്കണ്ടിന്യൂറ്റി ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ലെയേഴ്സിന്റെ ഇടയ്ക്കും കാണുന്ന ബൗണ്ടറീസ് ആണ്. ഇത് ഓരോന്നിന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ ഡിസ്കണ്ടിന്യൂറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. ഇതിൽ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഈ ക്രസ്റ്റിൽ തന്നെ അപ്പർ ക്രസ്റ്റിനിടയ്ക്കും ലോവർ ക്രസ്റ്റിനും ഇടയ്ക്കായിട്ട് വരുന്ന ഈ ഒരു ബൗണ്ടറിയാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ മൊഹോറോവിക് ആണെങ്കിൽ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയ്ക്ക് വരുന്നതാണ് മൊഹോറോവിക്. ഇങ്ങനെ ഓരോരോ ഈ ചെറിയ ബൗണ്ടറീസിനെയാണ് ഒരു ചെറിയ ബ്ലാക്ക് മാർക്കിൽ കൊടുത്തിട്ടുള്ള ഈ ലൈൻസ് ആണ് ഓരോ ഡിസ്കണ്ടിന്യൂറ്റിയും. അടുത്തതായിട്ട് എർത്തിൽ കാണുന്ന മിനറൽസ് അതിന്റെ പെർസെൻറ്റേജ് അളവിൽ കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് ഫെൽഡ്സ്പാർ ആണ്, 41%, കോട്സ് 12%, മൈക്ക 4%, പൈറോക്സിൻ 11%. ഇപ്പൊ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഈ ക്വസ്റ്റ്യൻസിന്റെ സ്ലൈഡ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നതാണ്. Which of the following minerals is most abundant in the earth's crust by weight? ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Second question, the Mohorovic discontinuity or Moho marks the boundary between which two layers of the earth? ഇതും ഇപ്പൊ പറഞ്ഞതാണ്. ഏതാണ് നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. നമുക്ക് അവസാനം അത് ചെക്ക് ചെയ്യാവുന്നതാണ്. Third question, which type of rock is most commonly found in the continental crust? Basalt, granite, limestone, gabbro. Fourth one, what is the primary cause of the differences in thickness between the oceanic crust and continental crust? A, composition of rocks. B, age of formation. C, density of materials. D, plate tectonic activities. Fifth question, which of the following layers of the earth is composed
primarily of iron and nickel. നമ്മൾ പഠിച്ച കാര്യമാണ് കോറിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. സിക്സ്ത് വൺ, average thickness of the Earth's continental crust, 5 to 10 kilometer, 10 to 30 kilometer, 30 to 50 kilometer, 50 to 70 kilometer. Question number 7. Which layer of the Earth is the thinnest? A. Crust, B. Mantle, C. Outer core, D. Inner core. Eighth question. What is the primary reason for high temperature in the Earth's core? A. Solar radiation, B. Radioactive decay, C. Friction from tectonic movement. Ninth question. Which of the following best describes the asthenosphere? Rigid and brittle, B. Solid but flows slowly, C. Completely liquid, D. Composed mostly of iron and nickel. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 9 ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.